പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും ശേഷം ജീവനോടെ തിരികെ എത്തിയ നിരവധി പേരുടെ അനുഭവങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ഹിമാചലിൽ നിന്നുമാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലും 20കാരി രക്ഷപ്പെട്ടത് അത്ഭുതകരമല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ തുനേജ താക്കൂർ ശ്വസിക്കാനായി ചെറിയൊരു ഇടം മണ്ണിനടിയിൽ ഉണ്ടാക്കിയെടുക്കുകയും 5 മണിക്കൂറോളം തന്റെ കൈകൾ മാത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കി സ്വയം പുറത്തു വരികയും ആണ് ചെയ്യുകയുണ്ടായത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ചെളിയുടെയും കല്ലുകളുടെയും അവശിഷ്ടങ്ങളുടെയും ഭാരം തനുജയെ നിരന്തരം തളർത്തി. പ്രാണവായുവിനായി ബുദ്ധിമുട്ടിയെങ്കിലും എനിക്ക് മുന്നോട്ടു പോകാൻ സമയമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അതിജീവിക്കാൻ തീരുമാനമായത്. പ്രാണവായു ലഭ്യമാക്കുന്നതിന് ഞാൻ ചെളി നീക്കം ചെയ്തു. അപകടം നടന്ന് അവരെ കണ്ടെത്തുന്നത് വരെ തനുജയുടെ കുടുംബം, ഗ്രാമവാസികളും അവർക്ക് വേണ്ടി കഠിനമായ തിരച്ചിൽ നടത്തി. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതോടെ സമയം നീങ്ങുന്നില്ല എന്ന് തോന്നി. ജീവനോടെ പുറത്തു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നാണ് അവർ പറഞ്ഞത്. ഒടുവിൽ തനുജയുടെ മാതാപിതാക്കൾ തന്നെയാണ് അവളെ കണ്ടെടുത്തത്. ജൂൺ 30, ജൂലൈ 1 എന്നീ ദിവസങ്ങളിൽ മാണ്ഡിയിൽ വലിയ മേഘവിസ്ഫോടനങ്ങൾ നടന്നു. കനത്ത നാശനഷ്ടമാണ് ഇത് വരുത്തിവെച്ചത്. അവിചാരികമായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒട്ടേറെ പേർ മരിക്കുകയും കെട്ടിടങ്ങളും വീടുകളും തകരുകയും ചെയ്തു. മാണ്ഡിയെയാണ് വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിച്ചത്. രാത്രി 11:30-ക്കാണ് തനുജയുടെ വീടിന് സമീപം വെള്ളം ഉയരുന്നത്. വീടുകളിൽ വെള്ളം കയറിയപ്പോൾ ആളുകൾ പുറത്തേക്ക് ഓടി. മഴ പെയ്യുന്നുണ്ടായിരുന്നു. വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. ആളുകൾ പരിഭ്രാന്തരായി നിലവിളിച്ചു. സുരക്ഷിതമായ ഒരു സ്ഥലം തേടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു വലിയ മൺകൂന താഴേക്ക് ഇടിഞ്ഞു വീണ് എന്റെ വീടിനടുത്തേക്ക് കുടുങ്ങുകയായിരുന്നുവെന്നാണ് തനുജ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് തത്വമയി TV.